തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിൽ. നടി തൃഷയ്ക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിലാണ് നടപടി. സംഭവത്തിൽ ടി.വി.കെ വനിതാ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ പരാതി നൽകിയിരുന്നു. തഞ്ചാവൂരിൽ കാവേരി നദീജല തർക്കത്തിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു പരാമർശമുണ്ടായത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നു. ഐസൻ, വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഉച്ചയ്ക്ക് 12 മണി വരെ ഉദയനിധിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിനെ തുടർന്ന് എന്നാൽ അതിനിടയിൽ കസ്റ്റഡി ഉണ്ടാകുന്നു. അപ്പോൾ അറസ്റ്റ്, അതിനുശേഷം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും കേസിന് ആധാരമായ സംഭവം. രാഖി, തീർച്ചയായും ഈ കേസിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത് കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നടന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തൃഷയ്ക്കെതിരെ ചില വ്യാഖ്യാനങ്ങൾ നടത്തിയെന്നതാണ് ഇദ്ദേഹത്തിനെതിരെ കേസായി വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പരാതി വരികയും ഇത് സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യത്തിന് ഉദയനിധി സ്റ്റാലിൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി അത് അടിയന്തരമായി കേൾക്കുന്നതിനെ 12 മണി വരെ നിർത്തിവെക്കണം, 12 മണിക്ക് ശേഷം കേൾക്കാമെന്നൊരു നിലപാട് അറിയിക്കുകയായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ നിലപാട് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ചോദ്യം ചെയ്യലിനായി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വിശദീകരണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനൗദ്യോഗികമായെങ്കിലും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വളരെ മോശം ഒരു പരാമർശമാണ് ചലച്ചിത്ര താരത്തെയും അതുപോലെ തന്നെ മറ്റു ചിലരെയും ചേർത്ത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് ഗൗരവമേറിയൊരു നിയമപ്രശ്നമായി ഉടലെടുക്കുകയും ചെയ്തത്. തീർച്ചയായും സ്ത്രീത്വത്തെ അവമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമാനമായ രീതിയിലുള്ളൊരു കേസാണ് ഇത് വരാനുള്ള സാധ്യത എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും കോടതിയെ സമീപിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോലീസ് എത്തി കർശനമായ നിരീക്ഷണം കുറച്ച് മണിക്കൂറുകളായി നടപ്പാക്കുകയും കർശനമായ പോലീസ് ബന്ദോബസ്ത് ഏർപ്പാടാക്കുകയും ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു മോശം പരാമർശം തൃഷയ്ക്കെതിരെ നടത്തിയെന്ന് തന്നെയാണ് പ്രാഥമികമായി കേസിൻ്റെ ഒരു ഘടകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാവേരി നദീജല വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് കർണാടക കാവേരി നദീജലം തമിഴ്നാടിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ സമരങ്ങളിൽ അനാവശ്യമായി ഇവരുടെ പേര് വലിച്ചഴച്ചു എന്നുള്ളൊരു പരാമർശമാണ് ഗൗരവതരമായൊരു വിഷയമായി ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി ഈ വിഷയത്തിൽ ചില വിശദാംശങ്ങൾ വിശദമായി കേൾക്കുക, അല്ലെങ്കിൽ പ്രാഥമികമായി കേട്ടതിന് ശേഷം അന്തിമ തീരുമാനം, അതായത് മുൻകൂർ ജാമ്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തു എന്ന ഒരു രേഖപ്പെടുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിക്രമം ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനതയാണ് തമിഴ് ജനത, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും വളരെ വൈകാരികമായ രീതിയിൽ അവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, ടി.വി.കെ ഒപ്പം തന്നെ DMK അവർ ചേരിതിരിഞ്ഞ് ഒരു വശത്ത് ആഘോഷം, മറ്റൊരു വശത്ത് ഈ ഉദയനിധിയെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടയുന്നു. അങ്ങനെ വലിയൊരു നാടകീയ നീക്കങ്ങളാണ്. ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഐസൻ? തീർച്ചയായും അത്തരത്തിൽ രണ്ടു പേർക്കും അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കേസായതുകൊണ്ട് തന്നെ അത്തരം നടപടികൾക്ക് പോലീസിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റഡിയിലെടുക്കുന്ന നീക്കങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേരത്തെ രാഖി സൂചിപ്പിച്ചത് തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അനുകൂല മുദ്രാവാക്യങ്ങളും, അതായത് ഉദയനിധി സ്റ്റാലിനെ അനുകൂലിച്ചുകൊണ്ടും ഉദയനിധി സ്റ്റാലിനെ എതിർത്തുകൊണ്ട് ടി.വി.കെയുടെ ഭാഗത്തു നിന്നും മുദ്രാവാക്യങ്ങൾ ഉയരുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉദയനിധിയുടെ വീടിൻ്റെ പരിസരത്ത് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങുക എന്നതാണ് തമിഴ്നാട് പോലീസ് ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതിപ്പോൾ ഒരു നടിക്കെതിരായ പരാമർശം, ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ പേരടക്കം ഈ വിഷയത്തിലേക്ക് വരുന്നു. ആ രീതിയിലായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം. അതുകൊണ്ട് തന്നെ ഇതിനെ ടി.വി.കെ വളരെ തന്ത്രപൂർവ്വം നേരിടാനുള്ള ഒരു നീക്കമില്ല. കാരണം ഉദയനിധിയെ പൂട്ടാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ. തീർച്ചയായും അത്തരമൊരു അവസരം, ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പൂട്ടാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായും വിജയ് ഇക്കാര്യം ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പ്രാഥമികമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ കയറി ഇത്തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് കൃത്യമായും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ഉദയനിധി അറസ്റ്റിന് വഴങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പോലീസുമായി സഹകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഇത്തരമൊരു നടപടികളിലേക്ക് പോലീസിന് നീങ്ങേണ്ടിയും വന്നത്. ആ ഉദയനിധി സ്റ്റാലിൻ്റെ വീട്ടിൽ തന്നെ നിരവധി
പാർട്ടി പ്രവർത്തകരെല്ലാവരും തന്നെ മുതിർന്ന നേതാക്കളുമെല്ലാം തന്നെയുള്ള ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ രീതി അല്ലെങ്കിൽ ഒരു അറസ്റ്റിനെ എതിർക്കുന്നൊരു രീതി അല്ലെങ്കിൽ നിയമ നടപടികളെ എതിർക്കുന്നൊരു രീതി ഉദയനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല ഗൗരവമേറിയൊരു വിഷയം കൂടിയാണ്. അതായത് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന മോശം പരാമർശം നടത്തിയ ഗൗരവമേറിയൊരു വിഷയം കൂടിയായതിനാൽ കടുത്ത നിലപാടുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ലഭിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശമായിരിക്കാം നിയമ നടപടികൾ കർശനമായി മുന്നോട്ട് പോകണമെന്നൊരാവശ്യം. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമര പ്രക്ഷോഭ വേദികളിലെല്ലാം തന്നെ അനാവശ്യമായി സ്ത്രീകളുടെ പേര് വലിച്ചിഴച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്ന ഗുരുതരമായൊരു ആരോപണമാണ് ഉദയനിധി സ്റ്റാലിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഐസൻ, അതോടൊപ്പം തന്നെ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഗുരുതരമായ പരാമർശം ഉദയനിധിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. പ്രത്യേകിച്ച് ഈ തഞ്ചാവൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. കാവേരി നദീജല തർക്കത്തിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായ പരാമർശമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നിയമ നടപടി അത് എങ്ങനെയായിരിക്കും, തുടർ നടപടികൾ? കാരണം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ ആയിരുന്നു അറസ്റ്റിനുള്ള ഒരു വിലക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്കറിയാം ഇപ്പോൾ സമയം 11:25 ആകുന്നു. ഇതിനോടകം തന്നെ പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ മണിക്കൂറുകൾ തള്ളി നീക്കാം. പക്ഷേ അതിനുശേഷം അതൊരു എങ്ങനെയായിരിക്കും തുടർ നടപടി? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം, അല്ലേ? തീർച്ചയായും മദ്രാസ് ഹൈക്കോടതി ഈ കാര്യത്തിൽ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ അന്വേഷണം നടക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടായാൽ കസ്റ്റഡിയിലുള്ള പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കാനുള്ളൊരു സാധ്യത കോടതി പരിഗണിക്കുന്ന വേളയിലുണ്ടായിരിക്കും. ചോദ്യം ചെയ്യൽ മാത്രമാണ് നടക്കുന്നത് എന്ന് കൃത്യമായി കോടതിയെ സർക്കാർ അഭിഭാഷകൻ ബോധിപ്പിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകുകയോ അറസ്റ്റ് ചെയ്ത് ഉടൻ ജാമ്യത്തിൽ വിടണമെന്ന നിർദ്ദേശമോ അത് പലതരത്തിൽ കോടതിക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇത് ഗൗരവമേറിയ ചില വകുപ്പുകൾ, സ്ത്രീത്വത്തെ അവമാനിക്കുക എന്നൊക്കെ രീതിയിലുള്ള ചില വകുപ്പുകളാകുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയിൽ നിന്നും പിന്തിരിയണമെന്ന് നിലവിലെ സാഹചര്യത്തിൽ കോടതിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഇപ്പോൾ ഈ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇത് ഈ വാക്കുകൾ ഉപയോഗിച്ചു എന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പേര് പരാമർശിച്ചു എന്നതുകൊണ്ട് തന്നെ അതിന് കൃത്യമായൊരു ബോധ്യം, കൃത്യമായൊരു നിയമവശം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഒരു സ്വഭാവം അതിനെ നിർദ്ധാരണം ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും മോശം പരാമർശം സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഒരു തെറ്റായ നീക്കം അംഗീകരിക്കാനാവില്ല എന്നത് തീർച്ചയായും കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിരീക്ഷണമായി തന്നെ വരും. അത് അത്തരത്തിലുള്ള വിധികളാണ് നേരത്തെയൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മോശം പരാമർശം സ്ത്രീകൾക്കെതിരെ നടത്തുന്നത് സംബന്ധിച്ച് അനുകൂലമായൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് ഫേവറബിളായൊരു നിലപാടുണ്ടാകാനുള്ള സാധ്യത പ്രാഥമികമായി നോക്കിക്കാണാനാവില്ല. എങ്കിൽ കൂടി അറസ്റ്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും തുടർ നടപടികളിലേക്ക് നീങ്ങാനുമുള്ള നിർദ്ദേശമായിരിക്കും ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തഞ്ചാവൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വിവരം. അത്തരത്തിൽ തഞ്ചാവൂർ പോലീസ് ഇദ്ദേഹത്തെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അവിടെ നടന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. ആ പ്രക്ഷോഭത്തിൽ അനാവശ്യമായി ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ തീർത്തും നമുക്ക് അങ്ങനെ പ്രക്ഷേപണം ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു പരാമർശമാണത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പരാമർശം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്നതിനെ അംഗീകരിക്കാത്തൊരു നിലപാടായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന ഒരു നിരീക്ഷണവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഐസൺ, ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥ തന്നെയാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉദയനിധി പ്രതികരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഐസൺ സൂചിപ്പിച്ചതുപോലെ വളരെ കടുത്ത ഒരു പരാമർശമായിരുന്നു, സ്ത്രീവിരുദ്ധ പരാമർശമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ നിന്ന് ഊരിപ്പോരുക അത്ര എളുപ്പമാകില്ല ഉദയനിധിക്ക്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ DMK പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. പോലീസുമായി ഉന്തും തള്ളും, അങ്ങനെ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം. തീർച്ചയായും തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയി, അതായത് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ എത്തിച്ച് ആ പോലീസ് സ്റ്റേഷനിലാണ് നടപടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത്തരത്തിലൊരു പരാതിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നിയമ നടപടികളുടെ ഭാഗമായുള്ള നിലവിലെ രാജ്യത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനമായുള്ള നടപടിക്രമങ്ങളായിരിക്കും മുന്നോട്ട് പോവുക. തീർച്ചയായും അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം, മുൻകൂർ ജാമ്യത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നു. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുമുണ്ട്. കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതി പരിഗണിക്കുന്ന വേളയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി പരിഗണിക്കുന്നതിന് മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ അറസ്റ്റിനെയും അംഗീകരിച്ചുകൊണ്ടുള്ള
തരത്തിലുള്ള നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്, തമിഴ്നാട് സർക്കാർ ഉള്ളത് എന്നാണ് നിലവിലെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പോലീസ് സംവിധാനം പ്രതിപക്ഷ നേതാവിൻ്റെ വീടിന് സമീപത്ത് ഒരുക്കുകയും അത്തരം നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാവുന്ന ചില നീക്കങ്ങൾ നടത്താവുന്നതാണ്. അത്തരം നടപടികൾ സ്വീകരിക്കാതെ കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നൊരു നീക്കം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ ഉദയനിധി സ്റ്റാലിനും തമ്മിലുള്ള ഒരു തർക്കം അത് നമുക്ക് അതിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ പോലും കാണാൻ സാധിച്ചിരുന്നു. നിയമസഭയിൽ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പോലും അത്തരത്തിലുള്ള മുഖത്തു നോക്കാത്ത രീതിയിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള രൂക്ഷമായ വ്യക്തിപരവും കൂടിയായ ഒരു പ്രശ്നം ഇതിന് പിന്നിൽ കടുത്ത വാശിയും അത്തരത്തിലുള്ള കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയിലേക്ക് വഴി തുറക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Yes.